ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ചിക്കൻ ലെഗ് പഫ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 4 ചിക്കൻ ലെഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട് ഒരു 10-15 മിനിറ്റ്. ഇനി നമുക്ക് പഫ്സിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ഉള്ളിക്കാണ് ചെയ്തെടുക്കുന്നത്, 4 പഫ്സിന്. അപ്പോൾ ഇതാ 2 പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ അങ്ങനെ ഒരു സൈഡായി. പിന്നെ അപ്പോൾ ഞാനിതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓയിലിൽ തന്നെയാണ് ഞാൻ ഉള്ളി വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ തന്നെ ഉള്ളിയും കൂടി വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ള. എന്നിട്ട് കുറച്ച് വാടിക്കഴിഞ്ഞാലോ ഞാൻ ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ആ ഒരു പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ ഉള്ളി കുറച്ചൊന്ന് വേവാണ്. ഞാൻ കുറച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് ഒരു 5-10 മിനിറ്റ്. എന്നിട്ട് ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പഫ്സിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എയർ ഫ്രയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പഫ്സിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യുക. കുറച്ച് മസാല വെച്ചിട്ട് ഇതേപോലെ ചിക്കൻ ലെഗ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. 4 പഫ്സും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചത് മുട്ട പഫ്സിൻ്റെ അത്ര ടേസ്റ്റ് എന്തായാലും നമുക്കിത് കിട്ടൂല എന്നാണ് വിചാരിച്ചത്. ആ ഒരു ടേസ്റ്റ് വേറെയല്ലേ. അപ്പോൾ വിചാരിച്ചൊരു നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടീന്. ആ ഒരു ചിക്കൻ്റെ പീസൊക്കെ വായിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി തന്നെ. മുട്ട പഫ്സ് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്. എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ആ മുട്ട ബീറ്റ് ചെയ്തത് അതൊന്ന് ബ്രഷ് കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആയപ്പം തന്നെ നല്ല മൊരിഞ്ഞ പപ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.